ഈ കിട്ട് ഈ കെട്ടുകളെല്ലാം മഴക്കാലത്ത് വെള്ളം നിറഞ്ഞ് ഇപ്പോൾ അതിമനോഹരമായി നിൽക്കുന്നത്. നമുക്ക് ദൂരയിലൊക്കെ നോക്കിയാൽ അറിയാം, അങ്ങ് ദൂരെ ആളുകൾ എന്താ മീനെ വെള്ളത്തിൽ നിന്ന് തപ്പി പിടിക്കുന്ന പരിപാടി, അങ്ങനെ ചൂണ്ടയിട്ട് പിടിക്കുന്നത്, അങ്ങനെ ഗ്രാമക്കാഴ്ചകൾ ശരിക്കും അതിമനോഹരമാണ് കേട്ടോ. ഇവിടെ പല സിനിമകളും ഇവിടെ ഷൂട്ട് ചെയ്തേക്കണ അതിമനോഹരമായിട്ടുള്ള സ്ഥലം. കാരണം എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും കണ്ടേക്കണ കടമക്കുടിയുടെ ഈ ഒരു സ്ഥലമായിരിക്കുള്ളൂ, സ്ഥിരമായിട്ട് എല്ലാവരും കാണുന്ന ഈ ഒരു സ്ഥലം. പക്ഷേ കടമക്കുടിയുടെ ഉൾഗ്രാമങ്ങളിലേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കാം. ഉൾഗ്രാമങ്ങളിലേക്ക് സഞ്ചരിച്ചിട്ട് അവിടുത്തെ നാട്ടുകാരെങ്ങനെയാണ് ജീവിക്കുന്നത്, ഈ പറഞ്ഞ പോലെ അവിടുത്തെ ഉൾഗ്രാമത്തിലെ ആൾക്കാരോട്ട് നമുക്കൊന്ന് മിങ്കിൾ ചെയ്ത് കുറച്ച് വീഡിയോസ് എടുക്കാൻ നോക്കാം. അപ്പോൾ കടമക്കുടിയുടെ ഉൾഗ്രാമങ്ങളിലേക്ക് എല്ലാവർക്കും ഒന്നും കൂടി സ്വാഗതം. എല്ലാവരും കഴിഞ്ഞ എപ്പിസോഡ് കണ്ടുവന്ന് പ്രതീക്ഷ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചെറിയ കടമക്കുടിയാണ്. ചെറിയ കടമക്കുടിയിലൂടെ കുറച്ച് സ്ഥലങ്ങളെല്ലാം കറങ്ങി നമുക്ക് വലിയ കടമക്കുടിയിലേക്ക് ചെല്ലണം. അപ്പോൾ ഈ വഴികളൊക്കെ നോക്കിയാൽ ഒരു സൈഡ് കംപ്ലീറ്റ് ഈ ചെറിയ കായലിൻ്റെ തോടുകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലം. അതേ ഈ വീട് നോക്കിയാൽ പഴയ ഒരു വീട്. എനിക്കൊണ്ട് ഈ വീട് റിസോർട്ടായിട്ടൊക്കെ പ്ലേസ് ചെയ്തേക്കുന്ന സ്ഥലമുണ്ട്. ഇവിടെ വന്ന് തന്നെ കയാക്കിങ്ങും ഇതൊക്കെ അങ്ങനെ കുറേ ഫെസിലിറ്റീസ് ഉണ്ട് ഈ ദ്വീപുകളിൽ. ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും സ്കെച്ച് ആൻഡ് ട്രാവലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കടമക്കുടിയിലാണ്. ചെറിയ കടമക്കുടിയിൽ നിന്ന് വലിയ കടമക്കുടിയിലേക്ക് ചെറിയ ജങ്കാറിൽ കയറി, ജങ്കാറല്ല കടത്ത് വള്ളത്തിൽ കയറി ഇപ്പുറത്തോട്ട് ബൈക്കിന് നമ്മൾ ഇപ്പുറത്തോട്ട് കടന്നു. പേരെന്താ? ഇതാണ് വർഗീസ് ചേട്ടൻ. ഈ വർഗീസ് ചേട്ടനാണ് കേട്ടോ ഈ വലിയ കടമക്കുടിയിൽ നിന്ന് ചെറിയ കടമക്കുടിയിലോട്ടുള്ള യാത്രകളുടെ എല്ലാം കപ്പിത്താൻ. അങ്ങനെ ഞാൻ ഈ പയ്യനെ പരിചയപ്പെട്ടു. ശരിക്കും ഈ പയ്യൻ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ യാത്ര പകുതിക്ക് വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ടത്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ പൈസ ഗൂഗിൾ പേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇവനാണ് എനിക്ക് ടിക്കറ്റ് എടുത്ത് തന്നത്. ചെറിയ ടിക്കറ്റ് ആണെങ്കിൽ പോലും ശരിക്കും പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മൾ പെടുമ്പോൾ ആ നാട്ടുകാർ തരുന്നൊരു സഹായമുണ്ട്. ഇവനില്ലായിരുന്നെങ്കിൽ ഈ ട്രിപ്പ് അല്ലെങ്കിൽ ഈ യാത്ര ഈ വ്ലോഗില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത് ചെറിയ ഈ വഴി വരാപ്പുഴക്ക് കടമക്കുടി തന്നെ രണ്ടെണ്ണം ഉണ്ട്. ഒരു ചെറിയ കടമക്കുടിയും വലിയ കടമക്കുടിയും. നമ്മൾ ആദ്യം യാത്ര ചെയ്ത സ്ഥലം ചെറിയ കടമക്കുടിയും ഇപ്പോൾ ഈ ജങ്കാറിൽ കയറി കാണാൻ പോകുന്ന സ്ഥലം അത് വലിയ കടമക്കുടിയുമാണ്. വലിയ കടമക്കുടി ഒരുമാതിരി എല്ലാവർക്കും ഫേമസ് ആണ്. പല എന്താ പറയുക വാക്ക് വേയും ഇതെല്ലാം കൂടി കൂട്ടി ജിമ്മും ഒക്കെ കൂടി കൂട്ടി ഭയങ്കര ഫേമസ് ആണ്. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പല ആവശ്യങ്ങൾക്കായി സഞ്ചരിക്കുന്ന ആളുകൾ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ പാലം വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭംഗി തന്നെ നഷ്ടപ്പെടും. ശരിക്കും ഇവിടെ പാലം വരേണ്ട ആവശ്യം, കാരണം ചുറ്റിനും പാലങ്ങളുണ്ട്. അപ്പം നമ്മൾ അവിടെ നിന്ന് ചെറിയ കടമക്കുടിയിൽ നിന്ന് വലിയ കടമക്കുടിയിലേക്ക് അവിടെ നിന്ന് ഒരു ജങ്കാറ് കിട്ടി. ജങ്കാറല്ല, കടത്ത്. ആ കടത്തിൽ ഞാൻ ആ ബൈക്കും കയറ്റി ഇപ്പുറത്തോട്ട് കടന്നു. അപ്പോൾ കൂടെ ടിക്കറ്റ് എടുക്കാനുള്ള ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ കൂടെ സഹായിച്ചത് ഒരു പയ്യനാണ്. അപ്പോൾ അവന് തിരിച്ച് പൈസ ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ വണ്ടി പോണതുണ്ടോ, ആ വണ്ടിയിലാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഇനി നമുക്ക് കടമക്കുടി കാണാം. അപ്പോൾ നമ്മൾ ചെറിയ കടമക്കുടിയിൽ നിന്ന് വലിയ കടമക്കുടിയിലേക്ക് ഇപ്പുറത്തോട്ട് കടന്നു. ഇനി നമുക്ക് കടമക്കുടി കാണാം. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിന് തൊട്ട് സൈഡിലായിട്ട് ഒരു പഴയ ബിൽഡിംഗ് നിൽക്കുന്നത്. അത് ഗസ്റ്റ് ഹൗസ് ആണോ പഴയ ഗവൺമെന്റിന്റെ എന്തെങ്കിലും ബിൽഡിംഗ് ആണോ എന്നറിയില്ല. ഞാൻ അങ്ങോട്ട് പോകാനുള്ള വഴികൾ നോക്കി, പക്ഷെ കാണുന്നില്ല. അങ്ങനെ ആ ജങ്കാർ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം വന്ന് കണ്ട ആദ്യത്തെ ഒരു പഴയ ബിൽഡിംഗ് ആണ് കേട്ടോ ഇത്. ഞാൻ ഇതുവഴി യാത്ര ചെയ്ത് തിരിച്ചു വന്നിട്ടാണ് ഈ ബിൽഡിംഗ് കാണുന്നത്. അങ്ങനെയൊക്കെയുള്ള യാത്ര അയച്ച് ദുഷ്കരമാണ്. കാരണം വെള്ളം കയറി കിടക്കുന്നത് കൊണ്ട് തന്നെ വെള്ളത്തിൽ ഇറങ്ങി ചവിട്ടി വേണം പോകാൻ. പിന്നെ വെള്ളത്തിന് വലിയ വൃത്തികേടൊന്നുമില്ല. നല്ല കണ്ടിന്യൂസ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അഴുക്കൊന്നും കിടപ്പില്ല. സാധാരണ ഇങ്ങനത്തെ വെള്ളങ്ങൾ വരുമ്പോൾ നല്ല വൃത്തികേടായിരിക്കും.
ആ ബിൽഡിംഗ് ലക്ഷ്യം വെച്ച് ഞാൻ നടന്നു. അവിടെ ചെന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ, കാരണം ഞാൻ അറിഞ്ഞത് അവിടെ പെർമിഷൻ കിട്ടില്ലെന്ന്. പക്ഷെ അനധികൃതമായിട്ട് ഞാൻ കയറി അങ്ങോട്ട് ചെന്നു, അവരുടെ അടുത്ത് നിന്ന് ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ ചോദിച്ചുകൊണ്ട്. അവിടെ ഉണ്ടായിരുന്നത് ഒരു കാരണവർ മാത്രമാണ്. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലോട്ട് ഓടിയത് ബ്രഹ്മയുഗം സിനിമയാണ് കേട്ടോ. അതിനകത്ത് ഒരു മമ്മൂട്ടിയുടെ കഥാപാത്രമില്ലേ, എനിക്ക് ഇദ്ദേഹത്തെ കണ്ടപ്പോൾ അത് ഓർമ്മ വന്നു. കാരണം ആ കൊട്ടാരം സൂക്ഷിപ്പുകാരൻ എന്ന് പറയുന്ന പോലത്തെ ഒരു ആള്, അദ്ദേഹം സമ്മതിച്ചില്ല ആദ്യമൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയും കാണാനും. പിന്നെ ഞാൻ ഒരുപാട് ചോദിച്ചു, അതിന് ചരിത്രമൊക്കെ ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറയുന്നത് പഴയ നെല്ല് കുത്തുന്ന ഒരു ഫാക്ടറി പോലത്തെ ഒരു സ്ഥലമായിരുന്നു. ഇവിടെ ഒരുപാട് തൊഴിലാളികൾ പണിയെടുത്തോണ്ടിരുന്ന വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിലൂടെ എല്ലാം നെല്ലിങ്ങനെ ഉണക്കാൻ ഇട്ടേക്കുന്നു, പല ഫാക്ടറികളും. ഇതുപോലെ ദ്വീപിലാണെന്ന് നമ്മൾ കാണുമ്പോഴാണ് കേട്ടോ ഇതിലൊരു അത്ഭുതം തോന്നുന്നത്. കാരണം ഇപ്പൊ കടമക്കുടി ഒരു കാലത്ത് നെല്ലിന്റെ ഒരു വളരെ എന്താ പറയാ റിച്ച് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു എന്ന് നമുക്ക് ആലോചിച്ച് നോക്കിയാൽ. ഞാൻ ഇതിന്റെ പല കോർണറുകളിലോട്ടും സഞ്ചരിച്ചു പോയി. ഇത് ഏക്കർ കണക്കിന് കിടക്കുന്ന ഒരു പ്ലോട്ടാണിത്. ഞാൻ ഇതിലൂടെ എല്ലാം നടന്നപ്പോ എന്നോട് ആ കെയർ ടേക്കർ പറഞ്ഞു, സൂക്ഷിക്കണം, പാമ്പും മൂർഖനും ഒക്കെ ഉള്ള സ്ഥലമാണ്. ശരിയാണ്, ഇങ്ങനെ വന്ന വഴിക്ക് ഞാനൊരു പാമ്പിനെ കണ്ടു, കീരീനെയും കണ്ടു ഈ കാട്ടില്. അതുപോലെ തന്നെ തിരിച്ച് ആ പോകുമ്പോൾ സൂക്ഷിച്ചു, കാരണം ചവിട്ടണ ഈ ഇവിടെ വെച്ചിട്ട് പാമ്പ് കടി ഏറ്റ് കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ട് എറണാകുളത്തോട്ട് എത്തുക എന്ന് പറയുന്നത് ഇച്ചിരി ടാസ്ക് ആണ്. കാരണം ഇവിടെ നിന്ന് ബോട്ട് കയറി അപ്പുറത്തോട്ട് കടന്ന് അങ്ങോട്ട് എത്തണം. ബൈക്ക് ഓടിച്ച് ഞാൻ അവിടെ എത്തുമ്പോഴേക്കും ഏകദേശം ഞാൻ തീർന്നിട്ടുണ്ടാവും. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം കടമക്കുടിയിലെ ഒരു സ്പെഷ്യൽ സ്ഥലത്താണ്. ഒരു പഴയ അതിഗംഭീരമായിട്ടുള്ള ഒരു ബിൽഡിംഗ് എന്ന് വെച്ചാൽ പഴയ കൊപ്രക്കുളം. ഇത് ഏക്കർ കണക്കിന് കിടക്കുന്ന സ്ഥലം. പക്ഷെ എവിടെയാണെന്ന് ഞാൻ പറയില്ല, കാരണം ഇവിടെ ആൾക്കാർ വരാൻ പാടില്ല. ഞാൻ തന്നെ കയറി എടുക്കുന്നത് ഈ പറഞ്ഞ പോലെ പെർമിഷൻ ചോദിച്ച് കെഞ്ചിയിട്ടാണ്. ഞാൻ അതിനകത്ത് ചെന്ന് കണ്ടത് കുറേ അത്ഭുതമായിട്ടുള്ള കുറേ വസ്തുക്കളാണ് കേട്ടോ. കാരണം വളരെ കോടിക്കണക്കിന് വില മതിക്കുന്ന ഒരു ജീവിനെ ഞാൻ കണ്ടു, വെള്ളിമൂങ്ങ. ഈ യാത്രയിലെ സർപ്രൈസ് അല്ലെങ്കിൽ ഈ യാത്രയിൽ എനിക്ക് കിട്ടിയൊരു നിധി കാഴ്ച എന്ന് വേണമെങ്കിൽ ഇത് പറയാം. കാരണം ഞാൻ ആദ്യം വിചാരിച്ചത് എന്നെ ആക്രമിക്കാൻ വരുന്ന മരപ്പട്ടിയോ പട്ടിയോ എന്തെങ്കിലും അവിടെ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നല്ല. പെട്ടെന്ന് പേടിച്ചു പോയി ശബ്ദം ഇങ്ങനെ കേട്ടപ്പോൾ. അത് ചിറകടിക്കുന്ന ശബ്ദമായിരുന്നു കേട്ടോ. അകത്തോട്ട് നോക്കിയപ്പോഴാണ് അത്ഭുതപ്പെട്ടത്. കാരണം ലക്ഷങ്ങളും കോടികളും വില മതിക്കുന്ന നമ്മുടെ സ്വന്തം വെള്ളിമൂങ്ങ. നോക്കേ എന്ത് ഭംഗിയാന്നൊക്കെ അതിന്റെ ആ മുഖം, ലവ് ചിഹ്നം ഷേപ്പുള്ള ചിഹ്നത്തിലുള്ള മുഖം കാണാൻ വേണ്ടി. ഞാൻ തുറക്കിയാലേ അത് പറന്ന് അകന്നുപോയി. പക്ഷെ ഒരു മിന്നായം പോലെ എനിക്ക് അതിനെ കാണാൻ പറ്റിട്ടോ. അങ്ങനെ കടമക്കുടിയുടെ പഴയ നെല്ലറ നെഞ്ചും വിരിച്ച് നിൽക്കുന്നത് ഇങ്ങനെ കണ്ടോ, ദൂരെ ഇങ്ങനെ കൊട്ടാരം നിലനിൽക്കുന്നത് പോലെ. അങ്ങനെ ആ കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ച് ഞാൻ കടമക്കുടി ജംഗ്ഷനിലേക്ക് തിരിച്ച് വീട്ടിലേക്ക് യാത്ര തുടങ്ങി. തിരിച്ച് ഈ ഇവിടെ നിന്ന് അങ്ങോട്ട് കടക്കുക എന്നുള്ള ഒരു പ്രോസസ്. കാരണം വെള്ളത്തിൽ ചാടി അങ്ങനെ വീണ് കഴിഞ്ഞാൽ ക്യാമറ എല്ലാം പോകും. ചവിട്ടി തെന്നി കല്ല് തെന്നി പോയി കഴിഞ്ഞാൽ ഇവിടെ സൂക്ഷിച്ച് കിടക്കണം. ഇതുപോലെ വെള്ളം ചാടിയിട്ട് വേണം നമുക്ക് ഇപ്പുറത്തോട്ട് കടക്കാൻ വേണ്ടി. സൂക്ഷിച്ച പണി കിട്ടൂല. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഈ യാത്രയിൽ എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ട് തോന്നിയത് ഈ പയ്യനെ വിഷ്ണുവിന്റെ ചിത്രം വരച്ചില്ലെങ്കിൽ പിന്നെ ആരുടെ ചിത്രം വരയ്ക്കാനാണ്. കാരണം ഈ വിഷ്ണു വന്ന 10 രൂപ ടിക്കറ്റ് എനിക്കെടുത്ത് തന്നില്ലായിരുന്നു വെച്ചെങ്കിൽ ഈ യാത്ര പകുതിക്ക് വെച്ച് നിന്ന് പോയാൻ. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് വിഷ്ണുവിന് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. വിഷ്ണുവിന്റെ ചിത്രമാണ് ഈ വരച്ചേക്കുന്നത്. വിഷ്ണുവിനെ കണ്ട് ചിത്രം കൊടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ വിഷ്ണു ഇത് കാണണമെങ്കിൽ എനിക്ക് അടിയിൽ ഒരു ഹായും കമന്റ് തന്നേക്കണം കേട്ടോ.